സത്യം ഓഡിയോസ് അവതരിപ്പിക്കുന്ന കലിയുഗവരദനായ ശ്രീ അയ്യപ്പന്റെ സഹസ്രനാമങ്ങളുടെ ഭക്തി നിർഭരമായ ദൃശ്യാവിഷ്കാരം. ഓം ശിവപുത്രായ നമഃ. ഓം മഹാതേജസേ നമഃ. സംഗീത സാമ്രാട്ട് പണ്ഡിറ്റ് രമേശ് നാരായൺ സംഗീതം നൽകി ആലപിച്ചിരിക്കുന്ന അയ്യപ്പ സഹസ്രനാമങ്ങൾ ഡിവിഡിയും ഓഡിയോ സിഡിയും സത്യം ഓഡിയോസിലൂടെ വിപണിയിൽ. അയ്യപ്പ സഹസ്രനാമങ്ങൾ. Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, khanis, zarda, etc., or their promotion in any manner. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. Speeding car, remembering a roadkill. A thought in my conscience, a cry in my ear. I remember you. I remember you.
tears stained that I did not wipe. I remember you with every living cell. That much I can tell. I remember you. 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 മുംബൈയിലെ നമ്മുടെ ലാസ്റ്റ് നൈറ്റ് അല്ലേ ഇത്? യെസ്. നൗ ഗോഡ്സ് ഓൺ കൊച്ചി, നമ്മുടെ കൊച്ചു കേരളത്തിലെ വലിയ കൊച്ചി. അഖില മിസ് ചെയ്യായിരിക്കും മുംബൈ ലൈഫ്, സ്കൂളും ഫ്രണ്ട്സും ഒക്കെ. ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. കുട്ടികൾ വേഗം അഡാപ്റ്റ് ചെയ്യും. നളിനി മിസ് ചെയ്യാം. കുറച്ച്, പക്ഷെ സാരമില്ല. വിനു ചോദിച്ചു വാങ്ങിയ ട്രാൻസ്ഫർ അല്ലേ? ഡോണ്ട് വറി, കൊച്ചി പഴയ കൊച്ചിയല്ല. നോക്കിയോ, ഇറ്റ്സ് ഗോയിങ് ടു ബി ലോട്ട്സ് ഓഫ് ഫൺ. ഐ എം ഷുവർ യു ഗോയിങ് ടു എൻജോയ്. Hey guys. Hello sir, good morning. Good morning. Hi sir. Thank you. This way. Okay. Hello sir, welcome to Maitri Kochi. Good morning sir. Thank you. Hello. Here sir. Hi. Good morning sir. Good morning sir. Nice office. Hi. Good morning. Hi sir. Hi sir. Hi. Good morning guys. I'm Vinay Panikar. മുംബൈ ഓഫീസിൽ എല്ലാവരും എന്നെ VP എന്നാണ് വിളിച്ചിരുന്നത്. യു ക്യാൻ ഓൾസോ കോൾ മീ ദാറ്റ്. സോ ഫ്രം ടുഡേ ഞാൻ കൊച്ചിൻ മൈത്രിയുടെ ബ്രാഞ്ച് ഹെഡായി ഫംഗ്ഷൻ ചെയ്ത് തുടങ്ങിയാണ്. ഐ നീഡ് ഓൾ യുവർ സപ്പോർട്ട്. പേടിക്കണ്ട, കുറെ കാലം മുംബൈയിലായിരുന്നെങ്കിലും ഞാനൊരു ചപ്പാത്തി വൽക്കരിക്കപ്പെട്ട മലയാളിയല്ല. സോ ദാറ്റ്സ് ഓൾ ഫോർ നൗ. ലെറ്റ്സ് വർക്ക് ടുഗദർ ആസ് എ ടീം ആൻഡ് ഡു സം കിടിലം പരസ്യങ്ങൾ. Yeah. ലെറ്റ്സ് റോക്ക് കേരള. Yes sir. അപ്പൊ ശരി, ഇന്ന് വൈകിട്ടത്തെ ഗെറ്റ് ടുഗദറിൽ നമുക്ക് കൂടുതൽ പരിചയപ്പെടാം. ലെറ്റ്സ് ഓൾ ഗെറ്റ് ടു നോ ഈച്ച് അതർ ബെറ്റർ. ഇൻട്രസ്റ്റിംഗ് കോൺസെപ്റ്റ്. ഈ വർക്ക് ചെയ്ത ക്രിയേറ്റീവ് ഡയറക്ടർ കാർത്തിക് ആണോ? ഇത് ഞാൻ ചെയ്ത വർക്ക് അല്ല സർ. വെരി ഫ്രഷ്, വെരി ഡിഫറെന്റ്. ഇതോ? ഇത് രണ്ടും ചെയ്തത് പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു ക്രിയേറ്റീവ് ഡയറക്ടറാണ് സർ. ശരിക്കും ടാലന്റഡ് ആയിട്ടുള്ള ഒരു CD. പക്ഷേ വാട്ട്? സ്പീക്കപ്പ്. അത് സർ ഫസ്റ്റ് ഡേ തന്നെ ഏഷ്യണി പറയാണെന്ന് വിചാരിക്കരുത്. ആള് ഫുൾ ടൈം വെള്ളമാണ്. തോന്നുമ്പോ ഓഫീസ് വരും, തോന്നുമ്പോ തിരിച്ചു പോകും. എല്ലാവരെയും പുച്ഛമാണ്. ടാലന്റ് വിത്ത് ലോട്ട് ഓഫ് ടാൻട്രംസ്. ഓൾമോസ്റ്റ് അൺമാനേജബിൾ. മാനേജ് ചെയ്യാനല്ലേ ഞാനിവിടെ വന്നിരിക്കുന്നത്. എനിവേ, ഈ വിശിഷ്ട വ്യക്തിയുടെ പേരെന്താണ്? നീന. നീന. അഭി, meet our new branch head, VP. Hi, Abhi.
മനീഷ. Hi, Manisha. Kaushi, right? Hi, man. ഹായ് ബേബി. Hi. Hi. Hello. Nice. ബേബി Huh? ലുക്ക്. ഇതുള്ള സ്ഥിരം പരിപാടിയാ. You okay? Huh? You okay? Wear this. You're fine? Yeah. Hi. വിനയ് പണിക്കർ, കൊച്ചി മൈത്രിയുടെ ബ്രാഞ്ച് ഹെഡ്. ഞാൻ നീന, കൊച്ചി മൈട്രിയിൽ ഇപ്പോഴുള്ള ക്രിയേറ്റീവ് ഡയറക്ടേഴ്സിൽ ഏറ്റവും ബ്രില്യൻറ്റ്, ദ ബെസ്റ്റ്. രാവിലെ കണ്ട വർക്കുകളിൽ ഏറ്റവും ഇഷ്ടമായത് എന്റേതാണല്ലോ, അതുകൊണ്ടാ പറഞ്ഞത് ദ ബെസ്റ്റ് എന്ന്. സോ You can call me VP. I won't call you VP. I will only call you sir. Okay? Okay. സർ, ഒരു കാര്യം കൂടി ചെയ്യണം. ഞാനിവിടെ ഉള്ളപ്പോ എല്ലാവരുടെ മുമ്പിൽ വെച്ച് എന്റെ വർക്ക് നല്ലതാണെന്ന് പറയണം. അവന്മാർക്ക് എന്നോട് വലിയ പുച്ഛ. ഞാൻ അറിഞ്ഞത് നീനയാണ് അവരോട് എടുക്കാത്തതെന്നാണല്ലോ. ഓഹോ, ഒരൊറ്റ പകലുകൊണ്ട് എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞോ സർ? കൊള്ളാലോ. സർ, ഞാൻ ആദ്യമായിട്ടല്ല സാറിനെ കാണുന്നത്. നമ്മുടെ വെബ്സൈറ്റിൽ പല ഗ്രൂപ്പ് ഫോട്ടോയിലും ഈന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടിട്ടുണ്ട്. ആൻഡ് യു സ്മൈൽ, ഇറ്റ്സ് ബെറ്റർ ഇൻ പേഴ്സൺ. Thank you. നേരിട്ടാ കുറച്ചുകൂടെ നല്ലത്. Take care, man. Chill. Take care. Hey, see you, buddy. Good night. Blackout scene ആണല്ലോ. ഇതുകൊണ്ട് സ്ഥിരം പരിപാടിയാണ് VP. അടിച്ചു ഓഫായി വീഴും. കുറച്ച് കഴിയുമ്പോൾ എണീറ്റ് പൊയ്ക്കോളൂ. നമുക്ക് പോവാം. അങ്ങനെ അങ്ങ് പോയാലോ? You guys carry on. Good night. Okay. See you tomorrow. Okay. Sure. Good night, baby. സർ പോയില്ലേ? തന്നെ ഈ അവസ്ഥയിലിട്ടോ? അയ്യോ സർ, ഇതൊക്കെ ഒരു പതിവാണ്. ഓവറാകുമ്പോ ശരീരം ഓഫാവും. കുറച്ച് കഴിയുമ്പോ തന്നെ റീസ്റ്റാർട്ട് ചെയ്യും. ദേ ഇതുപോലെ. നീനെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. ഈ സമയത്ത് ഈ പരുവത്തി വണ്ടി ഓടിച്ചു പോണ്ട. വണ്ടി ഓടിച്ചു പോകുന്നതിൽ എനിക്ക് വലിയ പ്രോബ്ലം ഒന്നുമില്ല. എന്നാലും സർ, ആദ്യമായിട്ട് ഒരു ലിഫ്റ്റ് ഓഫർ ചെയ്തതല്ലേ? ഓക്കെ, ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. Come. കാറിന്റെ ഉള്ളിൽ വലിക്കുന്നതിൽ വിരോധമുണ്ടോ? വിരോധമുണ്ട്. ആ, എനിക്ക് തോന്നി. ശ്ശേ. സാറിന്റെ കയ്യിൽ സിഗരറ്റ് ഉണ്ടോ? I don't smoke. ഓ, ഹൗ സാഡ്. Let's go. Come.
Thanks for the lift, sir. No problem. Bye then. Good night. Good morning. Oh yeah. Good morning. Sir-ന്റെ perfume David of Coolwater ആണോ? Yep. Excellent choice. Thank you. Bye. Bye. Awesome. Nice. Wow. Super. Cool, man. Wow. Super cool. Fun. മാജിക് എന്നാൽ എന്താണ്? ആർട്ട്ഫുൾ ഡിസെപ്ഷൻ, കലാപരമായ കബളിപ്പിക്കൽ. കബളിപ്പിക്കലാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മളത് കാണുന്നത്, രസിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത്. അല്ലേ ലീന? അഡ്വർടൈസിങ്ങും അതുപോലെ തന്നെയാണ്. പരസ്യമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ആളുകൾ അത് കാണുന്നതെങ്കിലും അവരത് ഇഷ്ടപ്പെടണം. അൺഇമാജിനബിൾ സ്പീഡിലാണ് കാലം മാറിക്കൊണ്ടിരിക്കുന്നത്. ശ്രദ്ധ ക്ഷണിക്കലിന്റെയും വീമ്പിളക്കലിന്റെയും കാലം കഴിഞ്ഞു. ഒരു വെറുപ്പിക്കുന്ന പരസ്യം മതി ഒരു ബ്രാൻഡിന്റെ കഥ കഴിയാൻ. ഒരു ഈഗോ ക്ലാഷ് ഉണ്ടാക്കാൻ പറയല്ല, നിങ്ങളുടെ ആരുടെയും വർക്ക് മോശമാണെന്നും പറയല്ല. പക്ഷേ നീന ചെയ്യുന്ന പരസ്യങ്ങൾ ഈ മാറിയ കാലഘട്ടത്തിന് അനുയോജ്യമാണ്. അവയിൽ പുതുമയുണ്ട്, ഇന്റലിജൻസ് ഉണ്ട്, ഒബ്സർവേഷൻ ഉണ്ട്, ഒരു കോർ ഐഡിയ ഉണ്ട്. ഒരു കാര്യം കൂടി, നോ സ്മോക്കിംഗ് ഇൻ മൈ ക്യാബിൻ ഓർ ഇൻ ദിസ് ഓഫീസ്. വലിക്കേണ്ടവർ വെളിയിൽ പോയി വലിക്കണം. Okay, that's all. The meeting is over. Karthik, just hold on. Yes, VP. ആ കുട്ടിക്കൊരു പ്രോത്സാഹനം ആവശ്യമുണ്ട് കാർത്തിക്. അഹങ്കാരിയും വഴക്കാളിയൊക്കെ ആണെങ്കിലും നീന നമുക്കൊരു അസറ്റാണ്. എനിക്കറിയാം സർ, ഷീസ് ഗുഡ്. പക്ഷേ ലോകത്തിനോട് പുള്ളിക്കാരിക്ക് ഒരു വെറുപ്പാണ്. അതെന്താ കാര്യം എന്ന് എനിക്കറിയില്ല. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെങ്കിലും ചിലർ അങ്ങനെയാണ് കാർത്തിക്. സം പീപ്പിൾ ആർ ജസ്റ്റ് വാട്ട് ക്യാൻ യു സേ വിയർഡ്. നല്ല വാക്കുകൾക്ക് താങ്ക്സ്, പുറത്താക്കിയതിന് നോ താങ്ക്സ്. അഖിൽ, ബി കെയർഫുൾ. എന്തെങ്കിലും പൊട്ടിയാലുണ്ടല്ലോ നിന്നെ അടിച്ചു ശരിയാക്കും ഞാൻ. എന്താണ് നാട്ടിലെത്തിയപ്പോ ഭയങ്കര ഹാപ്പിയാണല്ലോ? ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ്. കാരണം ഞാൻ എന്റെ കൊച്ചു കൊച്ചിയിൽ ചെറിയ കുളത്തിലെ വലിയ മീനാണ്. ബിഗ് ഫിഷ് ഇൻ എ സ്മോൾ പോണ്ട്. അല്ലാതെ മുംബൈയിലെ പോലെ വലിയ കുളത്തിലെ ചെറിയ മീനല്ല. മനസ്സിലായോ മിസ്സസ് പണിക്കർ? മനസ്സിലായി മനസ്സിലായി. എന്ത് മനസ്സിലായി? കൊച്ചി ആണെങ്കിലും ബോംബെ ആണെങ്കിലും കുളമാണ് മിസ്റ്റർ പണിക്കർ. ആ പച്ചക്കറി കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് നോക്കിയതേ. പിന്നെ അഖിലിന്റെ മുറി ക്ലീൻ ചെയ്തോ? അവന് പൊടി അലർജിയാ. ചെയ്തല്ലോ. എന്നാ ഗീത പോയിക്കോളൂ. നാളെ പറ്റ വെച്ചാൽ നേരത്തെ വരൂ കേട്ടോ. പറയുടെ കാര്യമായില്ലേ?
എടാ ഞാൻ പലവണ പറഞ്ഞിട്ട് എന്നെ കരിയോരെന്ന് വിളിക്കരുതെന്ന്. ഒന്ന് പോടാ. പിന്നെ നിന്നെ ഞാൻ എന്താ വിളിക്ക? അത് കൊള്ളാം. എടാ ഞാൻ നിന്നെക്കാളും മൂത്തല്ലേ, അറ്റ്ലീസ്റ്റ് നിനക്ക് കരിയോരേട്ടാ എന്തെങ്കിലും വിളിച്ചൂടെ? ബോറടിപ്പിക്കാതെ കാര്യം പറ. എന്തിനാ വിളിച്ചേ? നീ ഇതെവിടെയാണ്? ബീച്ചില്. ബീച്ചിലാ? ഇത് എന്ത് പറ്റി? ആഹാ, ഞങ്ങളുടെ ഇന്നത്തെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒന്ന് കൂടാൻ പോണേണ്. നീ വരുന്നാ? ഇല്ല, നിങ്ങൾ അടിച്ചോ. ഇപ്പൊ ഞാനില്ല. നീ പച്ചക്കാണോ? പച്ചയ്ക്കോ? വൈകുന്നേരത്തോ? ഞാനോ? മിനറൽ വാട്ടർ ബോട്ടിലിൽ സാധനമുണ്ട്. റെഡി മിക്സ് ആണ്. വോഡ്കയും നല്ല പച്ച വെള്ളം. അപ്പോ cheers. Cheers. ആ ഞങ്ങൾ ഇവിടെ കുറച്ചു നേരം കാണും. നീ പോകുന്ന വഴിക്ക് കൂടുന്നേ കൂടു. ബൈ. വെക്കല്ലേ? കരിയോയിലേ, ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. നിനക്ക് സൗകര്യം കിട്ടുമ്പോ ഒന്ന് ഓഫീസ് വരെ വരണം. ഞാനൊരാളെ പരിചയപ്പെടുത്തി തരാം. നിന്റെ പരിചയമെല്ലാം പരിചയപ്പെട്ടിട്ട് എനിക്കെന്ത് കാര്യം? കാര്യമുണ്ട്. നീ പരിചയപ്പെടണം. ഈ ഭൂമിയില് എന്റെ ഏറ്റവും വലിയ ഫ്രണ്ട് നീയല്ലടാ. നീ വരണം കേട്ടോ. ആ ഓക്കെ, വരാം. ബൈ. ബൈ. നീയാണോടാ എന്നെ ഷൂന്ന് വിളിച്ചത്? നീയാരുടെ നീന്ന് വിളിക്കാൻ? നീയാണോടാ എന്നെ ഷൂന്ന് വിളിച്ചത്? അത് പറ. ആണെങ്കി പെണ്ണുങ്ങളെ ഷൂന്ന് വിളിച്ച് കളിക്കുന്നോടാ പട്ടി. നിന്നല്ലടി വിളിച്ചത്. രാവിലെ തന്നെ ആണുങ്ങളുടെ കാരണത്തടിച്ച് കളിക്കുന്നു. ഒരു ഓട്ടോക്കാരൻ ഇടിച്ച് പഞ്ചറാക്കിയതാ. അയാളുടെ മെക്കെട്ട് എന്തിനാ കയറിയത്? അവൻ ഭയങ്കര ശൂശു വിളിക്കാരനാ. എനിക്കാണെങ്കില് മനുഷ്യനെ ശൂശു എന്ന് വിളിക്കുന്ന കേട്ടാ കലിയ. അവന് ഞാനൊരു അടി കൊടുത്തു. അവനൊരു അത്യുഗ്രൻ അടി എനിക്ക് തിരിച്ചു തന്നു. ഈ കാർട്ടൂണിലൊക്കെ കാണുന്ന പോലെ ഞാൻ ഒരുപാട് മഞ്ഞ നക്ഷത്രങ്ങൾ കണ്ടു. അതൊരു ഭാഗ്യം തന്നെയാണേ. അതിരാവിലെ നക്ഷത്ര ദർശനം. അല്ല, പല്ലൊക്കെ സ്ഥലത്ത് തന്നെ ഉണ്ടല്ലോ അല്ലേ? സീൻ വഷളായപ്പോ ഞാൻ ആദ്യം കരിയോയിലിനെ വിളിക്കാന്ന് വിചാരിച്ചു. കരിയോയിലോ? അതാരാ? ജൽജോ, ഗുണ്ടയാ, എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. പക്ഷെ അവൻ വന്നാ സീനാകെ കച്ചറയാവും, ഇടിയാവും, ചിലപ്പോ വെട്ടാവും. പിന്നെ ഞാൻ വിചാരിച്ചു സാറിനെ വിളിക്കാമെന്ന്. എനിക്കൊരാപത്ത് വന്നാ സാറ് വരുമോന്ന് ഒന്നറിയണ്ടേ. സാർ, എനിക്കൊരു ചൂട് ചായ വാങ്ങിത്തരാമോ? ജോഗ് ചെയ്യാൻ ഇറങ്ങിയോണ്ട് ഞാൻ പേഴ്സ് എടുത്തില്ല. അതിനെന്താ, നടക്കാനൊക്കെ പറ്റുമല്ലോ അല്ലേ? ചായ ചേട്ടോ. ആ ഉണ്ടംപൊരിക്ക് എന്ത് പ്രായമുണ്ട്? തീരെ കുഞ്ഞാ, ഇപ്പൊ പ്രസവിച്ചോളൂ. എടുക്കട്ടെ? വേണ്ട വേണ്ട. എന്തിനാ ചിരിക്കുന്നത്? ആ ഉണ്ടംപൊരിയേക്കാൾ വലിച്ച വിറ്റ് കേട്ടിട്ടോ. സാർ, ഒരുപാട് മെച്ചപ്പെടാനുണ്ട്. അതെയോ? അതെ, മൈൽസ് ടു ഗോ.
നെക്സ്റ്റ് ടൈം യു വോണ്ട് ടു ഷെയർ എ പിക്ചർ വിത്ത് മീ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ. എൻ്റെ ലാപ്ടോപ്പിലുള്ള ഇമേജസ് എൻ്റെ പേഴ്സണൽ ചോയ്സ് ആണ്. യു ഷുഡ് റെസ്പെക്ട് ദാറ്റ്. ശരി സർ, ഐ എം സോറി. ഡോണ്ട് ബി സോറി ആൻഡ് ഓൾ. ഞാൻ പറഞ്ഞേ ഉള്ളൂ. പിന്നെ നീനയുടെ സെൽഫിക്ക് നല്ല ലൈഫ് ഉണ്ടായിരുന്നു. എക്സലന്റ് പിക്ചർ. Cheers. സർ, എന്റെ കൂടെ വാ. അതൊക്കെ പറയാം. പ്ലീസ് സർ, നോ പറയല്ലേ. നീന, ഡോണ്ട് ബി സില്ലി നീന. കളി കഴിഞ്ഞിട്ടില്ല. കൂടാതെ ഞാൻ ആകെ വിയർത്ത് കുളിച്ചിരിക്കുക. വേർത്ത് കുളിച്ചിട്ടാണെങ്കിൽ എന്താ? You look hot anyways. എന്തൊക്കെയുണ്ട് ക്രേസി കൊച്ചേ? സർ, സിറ്റ്ന. മീ ത്രേസി കുട്ടി ചേച്ചി, എന്റെ പ്രിയപ്പെട്ട മുഴുഭ്രാന്തി. ഭ്രാന്ത് തന്നെ തള്ളക്കാടി പരിഷ്കാരി. എന്തിനെ പൊടി കെട്ടിയെടുത്ത ഈ ട്രൗസറുകാരനാരാ? നന്റെ നായര അല്ല, പണിക്കരാ. കഴിച്ചോ? ഈ സുന്ദരി കുട്ടിയുടെ ഒരു ഫോട്ടോ എടുത്തോട്ടെ. സ്മൈൽ. കഴിഞ്ഞാ എന്റെ ഫോട്ടോ എടുപ്പ. ഇനി ഞാൻ ഉറങ്ങാൻ പോവാ. ഓക്കെ. ഈ ത്രേസ്യ ചേച്ചിയില്ലേ, ഇവര് ഞങ്ങളുടെ വീട്ടില് ജോലിക്ക് നിന്നിരുന്നതാ പണ്ട്. നീനയുടെ ഫാമിലിയെ കുറിച്ചൊന്നും ഞാൻ ഇതുവരെ ചോദിച്ചില്ല. പാരന്റ്സ്, ബ്രദർ, സിസ്റ്റേഴ്സ്. മൈ ഫാമിലി, we'll talk about it later. സർ, മദേഴ്സ് ഡേക്ക് വേണ്ടി ഒരു പരസ്യം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നില്ലേ? ജീവിതയാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ പിന്നിലാക്കരുത്. വെരി ഗുഡ്. ദാറ്റ് വാസ് റിയലി ക്വിക്ക് ആൻഡ് നൈസ് നീന. ഗുഡ് ജോബ്. താങ്ക് യു. എന്നോട് പറയാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ പറയൂ വിനു. എന്ത്? ഇപ്പൊ എന്താ ആലോചിക്കണേന്ന്? ഞാനിപ്പോ എന്തോ കാര്യമായിട്ട് ആലോചിക്കുമെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? ഐ എം എൻജോയിങ് ചപ്പാത്തി ആൻഡ് സബ്ജി മാഡം. ഡോണ്ട് ബുൾഷിറ്റ് മീ. വിനുവിനെ എനിക്കറിയില്ലേ. പറയൂ, ആരാ? എന്താ കാര്യം? നീന. നല്ല പേര്. പ്രിറ്റി. ഓ കം ഓൺ നളിനി. അവളുടെ സൗന്ദര്യമല്ല ഇവിടുത്തെ പ്രശ്നം. സംവാട്ട് യുണീക് കേസാ അത്. യുണീക് എന്ന് വെച്ചാ? ഒരു സുനാമിയാണ് ഈ നീന. എല്ലില്ലാത്ത നാക്ക്, ആരെയും കൂസാത്ത പ്രകൃതം, കൺട്രോൾ ഇല്ലാത്ത വലിയും കൂടി. ഞാൻ ഇങ്ങനെ ഒരു പെൺകുട്ടി ആദ്യമായിട്ട് കാണാം. നമ്മുടെ നാട്ടിലും ഇങ്ങനത്തെ പെൺകുട്ടികളൊക്കെ ഉണ്ടോ? പക്ഷെ എക്സ്ട്രീംലി ടാലന്റഡ് ഇൻ എ വർക്ക്. എഴുതും, വരയ്ക്കും, പാടും. 100% കലാകാരി. പക്ഷെ ഈ പോക്ക് പോയാ ഷി വിൽ ഡൈ യങ് ടു. ആ കുട്ടിക്കൊരു ദിശാബോധമില്ല. അതങ്ങനെ ബോധം ഉണ്ടെങ്കിലല്ലേ ഇതൊക്കെ ഉണ്ടാവുള്ളൂ. വിനു ആ കുട്ടിയുടെ ബോസ് അല്ലേ? അവളെ പറഞ്ഞ് മനസ്സിലാക്കണം. അവിടെയാണ് ഒരു ചെറിയ പ്രശ്നം. എന്നോടുള്ള നീനയുടെ പെരുമാറ്റത്തിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊരു സംശയം. സംതിങ് ഓഡ്. അയ്യോ, അതെന്താ? ആദ്യമായിട്ട് ഒരാളെ പ്രേമിക്കുന്ന പെൺകുട്ടികൾ കാണിക്കുന്ന ചില തരികിട പരിപാടികൾ പുള്ളിക്കാരി കാണിക്കുന്നുണ്ട്. എന്റെ സുന്ദരനോട് ആർക്കാ പ്രേമം തോന്നാത്തെ? കളിയാക്കണ്ടോ? ഇപ്പൊ സോൾട്ട് ആൻഡ് പേപ്പറിനാ ഡിമാൻഡ്. ടാലൻസ് ഒന്ന് ചാനലൈസ് ചെയ്താ പിടിച്ചാ കിട്ടാത്ത ഉയർത്തിപ്പോ ആ കുട്ടി. ഐ എം ഷുവർ. അതൊക്കെ ഓക്കെ. പക്ഷെ അവളെ അങ്ങോട്ട് കയറി പ്രേമിക്കാണ്ടിരുന്നാ മതി. എന്റെയും മോന്റെയും കാര്യേ കഷ്ടത്തിലാവും. നീ എവിടെ, നീന എവിടെ? ഹായ് സർ. ഹായ്. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഹലോ. ഹാപ്പി ബോസ് ഡേ. ബോസ് ഡേയോ? അതെന്ത് ഡേ ആണ്? ഞാൻ കേട്ടിട്ടില്ലല്ലോ. നമുക്കിഷ്ടമുള്ള ബോസിന് ഗിഫ്റ്റ് കൊടുക്കുന്ന ഡേ. ഞാനുണ്ടാക്കിയ ഡേ ആണ്. എങ്ങനെയുണ്ട്?
ഇത് കുറച്ച് ഓവറായി പോയില്ലേ നീന? ഞാൻ കുറച്ച് ഓവറാന്ന് സാറിന് അറിയാമല്ലോ. സാർ, യെസ് നീന. പ്ലീസ് ആക്സെപ്റ്റ് മൈ ഗിഫ്റ്റ്സ്. ഒരുപാട് ഇഷ്ടം കൊണ്ട് വാങ്ങിയതാ. പ്ലീസ്. അതൊക്കെ പോട്ടെ, നീനിപ്പോ എവിടെയാ? കാർ പാർക്കിൽ. സാർ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് ഓർത്ത് ടെൻഷനില്ല. ടെൻഷനൊന്നും അടിക്കണ്ട. യു ഗെറ്റ് ബാക്ക് ടു വർക്ക് ആൻഡ് താങ്ക്സ് ഫോർ ദ ഗിഫ്റ്റ്സ്. ബൈ. യെസ്. അമ്പൂ, ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ, മോൺബ്ലാങ്ക് പെൻ, ബുൾഗാരി ഗ്ലാസസ്, സീക്കെ. ഒന്നും പറയണ്ട. ഇനി കൊറേ കാലത്തേക്ക് ഞാൻ വിനുവിന് വേണ്ടി ഒന്നും ഷോപ്പ് ചെയ്യണ്ടല്ലോ. ഇതിനൊക്കെ ഒരുപാട് കാശായിട്ടുണ്ടാവൂലേ? താൻ എന്താടോ ഞങ്ങളുടെ കമ്പനിയെ കുറിച്ച് വിചാരിച്ച്? നല്ല ശമ്പളം ഉണ്ടോ കുട്ടിക്ക്? ഇത് ഒടുക്കത്ത പ്രണയാ വിനു. ഓ കമോൺ നളിനി, ദെൻ യു ടെൽ മീ വാട്ട് ടു ഡു. ഈ പരിപാടിയെല്ലാം മതിയാക്കി മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ പറഞ്ഞാലോ? വിനു പറഞ്ഞ ആ കുട്ടി കേക്കൂ? ഇല്ല. ആ കുട്ടിയെ മെല്ലെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. എനിക്ക് തോന്നുന്നു ആ കുട്ടിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന്. ബി ജെന്റിൽ ആൻഡ് സെൻസിറ്റീവ്. നളിനി, നീനെ 100 ആയുസ് എടുക്കൂ. എന്താ പറയണ കേക്കൂ. ഹലോ നീന, നമ്മുടെ ഫ്ലാറ്റിന്റെ താഴെ ഉണ്ടെന്ന്. കേറി വരാൻ പറയൂ. ഞാൻ ഒന്ന് കാണട്ടെ ഈ സാധനത്തിന്. നീന, why don't you come up? 16th floor, apartment number 3. ഓക്കെ. ആ കുട്ടി മേളിലോട്ട് വരുന്നില്ല എന്ന്. അവക്ക് വേണ്ടത് കുപ്പിയാ. ഇന്ന് 1-ാം തീയതി ആണെന്നുള്ള കാര്യം ഓർത്തില്ല എന്ന്. 1-ാം തീയതി എന്താ പ്രത്യേകത? 1-ാം തീയതി നമ്മുടെ നാട്ടിൽ ഡ്രൈ ഡേ ആണ് മിസ്സസ് പണിക്കർ. കുപ്പിയൊന്നും കിട്ടില്ല. ഒരു ഡബിൾ ബ്ലാക്ക് അവിടെ കുറെ നാളായിട്ട് പൊടിയടിച്ചിരിപ്പുണ്ടല്ലോ, അതെടുത്ത് കൊടുത്തേക്കാം. അത് വേണ്ട വിനു. ആ കുട്ടിയോട് ഒന്ന് കുടിക്കണ്ടെന്ന് പറയൂ. നീ വിചാരിക്കുന്ന പോലെ അത്ര സിമ്പിൾ അല്ല ആ കുട്ടിയുടെ അവസ്ഥ. കൊടുത്തേക്കാന്ന്. Hope this is fine. Oh, double black. Thank you, sir. I'm sorry to disturb you at this point of time, sir. പക്ഷെ വേറെ വഴിയില്ലായിരുന്നു. എന്റെ കയ്യിലുള്ള സ്റ്റോക്ക് ഞാൻ ഉച്ചയ്ക്ക് അടിച്ചു തീർത്തു. വൈകുന്നേരം ഇറങ്ങിയപ്പോഴാണ് അറിയുന്നത്. പ്ലീസ് ഡോണ്ട് മൈൻഡ്, സർ. ഒന്നും തോന്നല്ലേ. എന്ത് തോന്നാ നീന? യുവർ ലൈഫ്, യുവർ ലിവർ. ഓക്കെ സർ, ബൈ. ബൈ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇതിന്റെ കോസ്റ്റ് എത്രയാണെന്ന് നാളെ പറഞ്ഞാൽ മതി, ഞാൻ പേ ചെയ്യാം. അതൊന്നും വേണ്ട, ഇറ്റ്സ് ഓൾ റൈറ്റ്. ഇല്ല സർ, സ്നേഹം ഇസ് സ്നേഹം, കള്ള് ഇസ് കള്ള്, കണക്ക് ഇസ് കണക്ക്. ഞാൻ നാളെ തന്നിരിക്കും. ഇറ്റ്സ് ഫൈൻ. चल बाय बाय बाय. बाय मैम. इधर की बीवी का ध्यान रखना. इधर की बीवी? हाँ, क्यों? नेपाल में एक बीवी, इधर एक बीवी, मुझे सब मालूम है. ऐसा कुछ नहीं मैम. चल बाय बाय सर. ഹലോ. ഹായ് നീന, താങ്ക്സ് ഫോർ കമ്മിങ്. എന്തിനാ നളിനി മാം എന്നെ കാണണമെന്ന് പറഞ്ഞത്? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. വിനു എപ്പോഴും പറയാറുണ്ട് നീനനെ കുറിച്ച്. അപ്പൊ ഒന്ന് കാണണമെന്നും പരിചയപ്പെടണമെന്നൊക്കെ തോന്നി. ഞങ്ങൾ കുറെ കാലമായിട്ട് ബോംബെയിൽ സെറ്റിലായിരുന്നു. അപ്പൊ ഇവിടെ അങ്ങനെ ഫ്രണ്ട്സ് ഒന്നുമില്ല. എന്തോ ഐ തോട്ട് യു കുഡ് ബി മൈ ഗുഡ് ഫ്രണ്ട്. യു റോങ് നളിനി മാം. നമുക്ക് നല്ല ഫ്രണ്ട്സ് ആവാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഒന്നാമത് എനിക്ക് വളരെ കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ. അതെല്ലാം ആണുങ്ങളുമാണ്. ഐ ഡോണ്ട് ഗെറ്റ് അലോങ് വെൽ വിത്ത് ഫീമെയിൽസ് നളിനി മാം. മാം, ഓർഡർ പ്ലീസ്. നിനക്കെന്താ, കോഫി പറയട്ടെ? എനിക്കൊന്നും വേണ്ട. കോഫി കുടിച്ചാ വയറ്റി ചെന്ന് പിരിയും. എനിക്കൊരു കൂൾ കോഫി. ഓക്കെ മാം. നളിനി മാം, എനിക്ക് ഈ ഷോപ്പിംഗ്, ഗോസിപ്പ്, ബ്യൂട്ടി പാർലർ, കുക്കിംഗ് ഇതിനെ കുറിച്ച് ഒന്നും ഷെയർ ചെയ്യാനില്ല. എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ സാധാരണ സ്ത്രീകൾക്ക് ഇഷ്ടമല്ല. യു ആൻഡ് ഐ ഹാവ് നത്തിങ് ഇൻ കോമൺ.
പിന്നെ എങ്ങനെ നമ്മൾ ഫ്രണ്ട്സ് ആവും? ശരിയാ നീന, വി ഹാവ് നത്തിങ് ഇൻ കോമൺ. നമ്മൾ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നുമില്ല. I'm leaving, Nalini ma'am. Okay, Nina. Bye. We have nothing in common. And we should not have anything in common. നമ്മൾ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നുമില്ല, ഉണ്ടാവാനും പാടില്ല. ഇങ്ങനത്തെ ഒരു ഓഫീസ് നമുക്ക് സെറ്റപ്പ് ചെയ്യണം. ഈ ചാക്കൊക്കെ അവിടെ ഉണ്ടല്ലോ. I'll call back on this. Okay. ഹായ് സർ, ഇത് കരി ഓയിൽ. എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. ഞങ്ങള് സാറിന്റെ ക്യാബിനിലേക്ക് വരാനിരിക്കായിരുന്നു. ഞാൻ ജൽജോ. എനിക്ക് ജൽജോ. ഹായ്. ഈ വെളുപ്പേരം കാരണം കൊണ്ട് എല്ലാരും എന്നെ കരിവേലെന്ന് വിളിക്കണത്. സാറിനെ കുറിച്ച് ഒരുപാട് ഓൻ പറഞ്ഞു. അത്ര പെട്ടെന്നൊന്നും ഇവനാരും അംഗീകരിക്കില്ല. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി നിങ്ങൾ ആളൊരു പുലിയാണെന്ന്. സാറിനെ പരിചയപ്പെടുത്തി തരാന്ന് പറഞ്ഞ് വിളിപ്പിച്ചാണ് എന്നെ. ജൽജോ എന്ത് ചെയ്യുന്നു? വൃത്തികേടുകള്. അതല്ല, ചെറുതായിട്ട് കൊട്ടേഷനുകൾ, പലിശ വരിക്കൽ, അതാ അവൻ ഉദ്ദേശിച്ചത്. പരിചയപ്പെട്ടതിൽ സന്തോഷം. സാറ് റെക്കമെൻഡേഷൻ ആണെന്ന് തോന്നരുത്. ഞങ്ങളുടെ ചെക്കനെ കാര്യമായിട്ടൊന്ന് പരിഗണിക്കണം. ചെക്കനോ? ആ, ഇവൻ എന്തിനു പോകുന്ന ചെക്കനാ. നല്ല അസല ആൺകുട്ടി. പിന്നെ പെൺകുട്ടികളുടെ പാർട്സ് ആയി പോയെന്നേ ഉള്ളൂ. കരി ഓയിലേ മതി, നീ ഓവറാക്കാതെ. നീ സ്ഥലം വിട്ടോ, നമുക്ക് വൈകിട്ട് കാണാം. ഓക്കെ എന്നാ, ഞാൻ തീർക്കാണ്. സാറേ, ഇവന് ഇടയ്ക്കിടയ്ക്ക് ശമ്പളമൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കണോട്ടാ. മിടുക്കനാ. പിന്നെ ലേശം വീശൊക്കെ ഉണ്ടെന്നുള്ളൂ. കലാകാരനല്ലേ. സാറങ്ങ് ക്ഷമിച്ചേരെ. പോട്രാ. ആ, ഞങ്ങളുടെ ഓഫീസിൽ സാധാരണ ഈ ക്ലയൻസും മീഡിയക്കാരും ഒക്കെ വരാറ്. ഈ പ്രൊഫഷനിൽ ഒരാൾ ഇത് ആദ്യമായിട്ടാ. ഈ കൊട്ടേഷനെ എല്ലാത്തിനും ഒരു തുടക്കമൊക്കെ വേണ്ടേ സാർ? പിന്നെ ഞങ്ങള് കൊട്ടേഷൻകാരും കലാബോധമുള്ളവരാ. നമ്മളും സ്കെച്ചും പ്ലാനൊക്കെ വെച്ചാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ എന്താ സംശയം? അപ്പം നൈസ് മീറ്റിംഗ് യു. ബൈ. റൈറ്റ്. സാർ പേടിക്കണ്ട, ഞാൻ എപ്പോഴും ഓഫീസിലൊന്നും ശല്യപ്പെടുത്തില്ല. പിന്നെ അവൻ പറഞ്ഞപ്പോ സാറിനൊന്ന് കാണണമെന്ന് തോന്നി. അവനിഷ്ടമുള്ളവരെ നമുക്കും ജീവനാ. ഹായ്. സാറിന് കരി ഓയിൽ വന്നത് ദേഷ്യായോ? എന്തിന്? ഒരു ഓഫീസായ പലരും വരും പോവും. ഇറ്റ്സ് ക്വൈറ്റ് നോർമൽ. സർ, ഇവരൊക്കെയാണ് എന്റെ ഫ്രണ്ട്സ്. ഇവരൊക്കെ കൂടിച്ചേരുന്നതാണ് എന്റെ ലോകം. ഞാൻ ജനിച്ചു വളർന്ന വീടിന്റെ തൊട്ടടുത്തുള്ള സ്ലമ്മിലെ പിള്ളേരായിരുന്നു എന്റെ ഫ്രണ്ട്സ്. അതിലൊരുവനാ ഈ കരി ഓയിൽ. ഈ സ്ലം കൂട്ടുകാർ മാത്രമേ ഉള്ളൂ നിനക്ക്? മര്യാദയ്ക്ക് ജീവിക്കുന്ന സാധാരണ മനുഷ്യരാരും ഇല്ലേ ഫ്രണ്ട്സ് ആയിട്ട്? ഇല്ല, ഈ മര്യാദയ്ക്ക് ജീവിക്കുന്നു എന്ന് പറയുന്ന ജീവികളില്ലേ സർ, അവരാണ് തീരെ മര്യാദ ഇല്ലാത്തവർ സർ. ഐ ഹേറ്റ് നോർമൽ പീപ്പിൾ. വിചിത്രമായ ചിന്താഗതിയാണല്ലോ നീന അത്. എന്താ കത്തിക്കാത്തത്? സാറിന് സ്മോക്കിംഗ് ഇറിറ്റേഷൻ ആണെന്ന് അറിയാം, അതുകൊണ്ടാ. താങ്ക് യു ഫോർ ദ കൈൻഡ് കൺസിഡറേഷൻ. ഇങ്ങനെ എനിക്കിഷ്ടമില്ലാത്ത പല കാര്യങ്ങളും നീനെ നിർത്തിയിരുന്നെങ്കിൽ എന്ത് നന്നായിന്. പറ്റുമോ? One for you, sir. All the best. എന്താ നീന ബർത്ത്ഡേ സെലിബ്രേഷന് കൂടാത്തത്? I'm not interested. താ എന്തിനാ ഇങ്ങനെ ആന്റി സോഷ്യൽ ആവുന്നത്? Karthik is such a nice boy. And believe me, he likes you. Karthik is not my type, sir. ഞാൻ
അതുക്കും മേലെ. വൈറ്റ് ഇറ്റാലിയൻ ബ്രെഡ്, ചിക്കൻ ടിക്ക ഫില്ലിംഗ്, ഒനിയൻസ് വേണ്ട, ബാക്കി എല്ലാ വെജീസും വേണം. ചീസ് നിറയെ വേണം, ബാർബിക്യൂ സോസ് മാത്രം മതി. എക്സലന്റ് ചോയ്സ്. ഹായ്, ഹായ്, ഞാൻ നീന, അച്ഛന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ അഖിൽ പണിക്കർ. നീ ചെറിയ പയ്യനല്ലേ, ഇപ്പോഴേ പണിക്കറായോ? ജനിച്ചപ്പോഴേ പണിക്കരായി. ഹായ് സർ. പേശു ശ്രീമതി. നളിനി വന്നില്ല. ടിവിയിൽ അവളുടെ ഫേവറേറ്റ് ആക്ടർ മോഹൻലാലിന്റെ സിനിമയുണ്ട് കിലുക്കർ. ഒരു 100 വട്ടം കണ്ടു കാണും, എന്നാലും പിന്നെയും കാണും. എന്റെ ഫേവറേറ്റ് ആക്ടർ മമ്മൂട്ടിയ. മകന് സാറിന്റെ ചായ. ഹീസ് ക്യൂട്ട്. താങ്ക് യു. നീനവിടെ സ്ഥിരം വരാറുണ്ടോ കോക്കോട്രിയില്? ഇതുവഴി പാസ് ചെയ്യുമ്പോ സാറിന്റെ കാർ കണ്ടു. ഓ, കിടോ, ഈ മുഖം ഓർക്കണം. നീന എന്ന പേരും. ബൈ സർ. അച്ഛാ, ആ ചേച്ചി എന്താ അടിയടി നടക്കുന്നേ? ചില ആൾക്കാർ അങ്ങനെ മോനെ, കുറച്ച് ആട്ടം കൂടും. നാൻസി, യു നോ ഹൗ റിലീവ്ഡ് ഐ ആം നീ ഇവിടെ കൊച്ചിയിലുണ്ടെന്ന് അറിഞ്ഞപ്പോ. കേട്ടോ വിനു, ഫേസ്ബുക്കിൽ ഇവളുടെ ഫോട്ടോ കണ്ടപ്പോ ഇവളാന്ന് മനസ്സിലായില്ല. കോളേജിലെ വലിയൊരു ഫയർ ബ്രാൻഡ് ആയിരുന്നു ഇവള്. അത് ശരി, നിനക്ക് അങ്ങനെ ഒരു സൈഡ് ഉണ്ടായിരുന്നോ? വിനു അറിയാത്ത പല സൈഡും ഉണ്ട് എനിക്ക്, കേട്ടോ. വിനയ്, വാ നമുക്കൊന്ന് ചൂടാക്കാം. ഞാൻ കുറച്ച് ശരി. നളിനി, നീ കുറച്ചുകൂടെ സുന്ദരിയായെന്ന് എനിക്ക് തോന്നുന്നേ. നീ പണ്ടത്തെ പോലെ തന്നെ ഉണ്ട്. ആൻഡ് യുവർ ഹസ്ബൻഡ് ഈസ് സോ ഡാഷിംഗ്. ഇന്നത്തെ കാലത്തെ പെമ്പിള്ളേർ എന്താ പറയാ, ഹോട്ട്. വിനു കേക്കണ്ട. ഞാൻ പിന്നെ ഒരു ഗവൺമെന്റ് കോൺട്രാക്ടർ ആയത് കാരണം പരസ്യത്തിന്റെ ഒന്നും ആവശ്യമില്ല. പരസ്യത്തിന്റെ ആവശ്യമില്ലല്ലോ, മൊത്തം ലാഭല്ലേ. പഴയ പോലെ ഒന്നും അല്ല, ഇപ്പൊ വലിയ ലാഭമില്ല. ചിയേഴ്സ്. ഗുഡ് മോർണിംഗ് വിനു. കഴിഞ്ഞ ഒരാഴ്ച ഈ വ്യൂ മിസ് ചെയ്തു. ഇന്നലെ ഒരുപാട് ലേറ്റ് ആയില്ലേ വന്നപ്പോ? നീ നല്ല ഉറക്കമായിരുന്നു, അതുകൊണ്ട് ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വെച്ചാൽ മോന്റെ മുറി പോയി കിടന്നു. എന്താ മുംബൈയിലെ വിശേഷങ്ങളൊക്കെ? എന്ത് വിശേഷം, റെഗുലർ ആനുവൽ മീറ്റിംഗ്, എത്ര രൂപ ലാഭം ഉണ്ടാക്കി, ഇനി എത്ര ഉണ്ടാക്കും, അങ്ങനെ ഹെഡ് ഓഫീസായ ഇതൊക്കെ തന്നെയല്ലേ ഉള്ളൂ. ആൻഡ് ഐ മിസ്ഡ് യുവർ ഗ്രേറ്റ് കോഫി ടു. നമ്പർ ഇറക്കില്ല വിനു, ഒരാഴ്ച പോയപ്പോഴേക്കും ഇത്രയും മിസ് ചെയ്തോ? അവരൊരുപാട് നിർബന്ധിച്ചു ഇന്നത്തെ ന്യൂ ഇയർ പാർട്ടി കൂടെ കഴിഞ്ഞിട്ട് പോവാന്ന്. ഞാൻ നിന്നില്ല. ഏതെങ്കിലും ഒരു വലിയ ഹോട്ടലിൽ പോയി മൂക്കറ്റം കള്ളുകൂടി, പിന്നെ ആർത്രൈറ്റിസ് പിടിച്ച കുരങ്ങന്മാരെ പോലെ ഡാൻസും കൂത്തും. നമ്മുടെ ന്യൂ ഇയർ പ്ലാൻ എന്താ? നിനക്ക് പുറത്തു പോണോ? there are some interesting parties happening here. ആ ടൈപ്പ് പാർട്ടീസ് എനിക്ക് മടുത്തു. Do you want to go? നമുക്ക് ഇവിടെ ഇരിക്കാനേ. I'll come early and we'll cook too. എന്ത് പറയുന്നു? നൈസ് ഐഡിയ. ഹായ് വിപി. ഹായ്. ഇന്ന് വൈകിട്ട് എന്താ പരിപാടി? ന്യൂ ഇയർ സെലിബ്രേഷൻസ് എവിടെയാ? ഞങ്ങൾ എവിടെയും പോകുന്നില്ല വിപിൻ. ക്വൈറ്റ് ഈവനിങ് അറ്റ് ഹോം. ഞങ്ങൾ ഇവിടുന്ന് 10 കിലോമീറ്റർ അകലെയുള്ള ഒരു ലേക്ക് സൈഡ് വില്ലയിൽ കൂടാനാ പ്ലാൻ. നല്ല ചിൽഡ് ബിയറും ഉഗ്രം പുഴമീൻ വറുത്തതൊക്കെ ആയിട്ട്. എന്താ വിപി, കൂടുന്നോ? താങ്ക്സ് ഫോർ ദ ഇൻവൈറ്റ്, ബട്ട് നോ, യു ഗൈസ് ഹാവ് എ ബ്ലാസ്റ്റ്. ഓക്കെ, അപ്പൊ ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്. ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്. ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ബി സേഫ്. യാ ഷുവർ. സോ വെയിറ്റ്. സർ ഒന്നും തോന്നരുത്, എന്നെ ഒരു സ്ഥലം വരെ കൊണ്ടുപോവോ? എന്ത് തോന്നാ നീന? ഷുഡ് ഐ ഡ്രോപ്പ് യു സംവേ? കം ഇൻ, കം. സർ എന്നെ ഡ്രോപ്പ് അല്ല ചെയ്യണ്ടേ, എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. സർ വണ്ടി എടുക്ക്. അഞ്ച് ബോട്ടിൽ വോഡ്കയോ? അതെന്തിന്? റിലാക്സ് സർ, ഞാൻ പറയാം. സാറിന് അറിയാമല്ലോ എനിക്ക് പെൺസുഹൃത്തുക്കൾ വളരെ കുറവാന്ന്. ആകെ ഉള്ളതും 3 പേരാ. അതെന്റെ കോളേജ് മേറ്റ്സാ. ഒരുപാട് നാളുകൾക്ക് ശേഷം ഞങ്ങൾ ഇന്നൊന്ന് കൂടാമെന്ന് തീരുമാനിച്ചു. ഓൾ ഗേൾസ് ന്യൂ ഇയർ പാർട്ടി. അവളുമാരെ എന്നെ പോലെയൊന്നല്ല സർ, വെറും പാവങ്ങളാ. ബോട്ടിൽ വാങ്ങുന്ന കാര്യം വന്നപ്പോ ഞാനത് ഞേറ്റു. എന്നിട്ട് എന്ത് പറ്റി? ന്യൂ ഇയർ പ്രമാണിച്ചുള്ള നീണ്ട നീണ്ട ക്യൂവിന്റെ കാര്യം ഞാൻ അങ്ങ് മറന്നുപോയി. ക്യൂവിൽ പോയി നിന്നാ പണി വാളും സർ. അതുകൊണ്ട് സർ എനിക്ക് വാങ്ങിത്തരണം. എന്റെ കൂട്ടുകാരന്മാർ തെണ്ടികളെല്ലാം ഗോവയിൽ പോയിരിക്കുകയാണ് ന്യൂ ഇയർ ആഘോഷിക്കാൻ. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ സർ? യു ആർ ഇംപോസിബിൾ നീന.
താങ്ക് യു സോ മച്ച് സർ. എന്തോ പറയാൻ എന്തിന് ക്യൂ ഇടയിൽ ദേവദാരു പൂത്തു. ദേവദാരു പിന്നെ പൂക്കട്ടെ. ഓ പിയാറു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ. ഇതൊരു നല്ല വ്യക്തിയാണ്. സാറേ 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 സാറിന് ഈ മറ്റേ പിന്നെ 5 സ്റ്റാർ എന്താണ് അതിന്റെ പറയുന്നത്? സാറേ അങ്ങനെയുള്ള വലിയ ഹോട്ടലിൽ പോയാൽ പോരാ സാറേ. നമ്മടുത്ത് നിന്ന് ഇങ്ങനെ മുട്ടുന്ന എന്തിനാ? Don't touch me, I said. അല്ല ഞാൻ ടച്ച് ചെയ്യുന്നില്ലേ. സ്കൂളിൽ പോകുന്ന ഞാൻ വിചാരിച്ച യൂണിഫോം വന്നു. ഇന്ത്യയിലൊക്കെ നിൽക്കുന്നത്. ചേട്ടാ 4 പേര്. 5 സ്മർണോഫ്. സ്പിർണോഫില്ല സാറേ. തീർന്നു പോയി സാറേ. വേറെ പെട്ടെന്ന് ഫോൺ ചെയ്യാനെന്നല്ല ഇവിടെ നിൽക്കുന്നത്. ഞാൻ സാധനം മേടിക്കണ്ടേ? ഞങ്ങൾ എത്ര നേരം നിൽക്കുന്നത്? അവിടെ മാറിക്കട. അവിടെ നിന്ന് ഫോൺ ചെയ്യും. ഹലോ. ആ നീന, താൻ പറഞ്ഞ ബ്രാൻഡില്ല, വേറെ ഏതാ വേണ്ടത്? അയ്യോ സർ, ഏതെങ്കിലും ബ്രാൻഡ് മതി. സർ ക്യൂവിൽ നിന്ന് പുറത്തു വന്നല്ലോ അല്ലേ? പുറത്തു വന്നു, സാരമില്ല. പോയി പിറകോ. അല്ല, ഞാനിവിടെ നിന്നാണ്. ഞാനിവിടെ പോടോ. പിന്നെയും വിഷയം ഉണ്ടാക്കാനാണ് ഇവിടെ നിൽക്കുന്നത്. സാധനം മേടിക്കുന്നില്ല. അവന്റെ സ്കൂളിലെ പ്രിൻസിപ്പാളിനെ പറഞ്ഞു വിടാൻ പോയി. അവനെ ഇവിടുന്ന് ഓടിക്കാൻ എന്ത് ചെയ്യുന്നു? ഇതെന്നെ സ്ഥിരം പണി. അവിടെ ചെന്ന് നിൽക്കുക, വെയിൽ കൊള്ളുക, ഫോൺ ചെയ്യുക, പിന്നെയും വന്ന് നിൽക്കുക. നിന്നെയൊക്കെ ആരാടാ ഒന്നും പറയുന്നില്ല. അയ്യോ സാറിന് ഇതെന്തു പറ്റി? എന്ത് പറ്റാനാ നീന? നമ്മുടെ നാടിന്റെ ആഘോഷങ്ങൾ ഏത് വഴിക്കാ പോകുന്നതെന്ന് മനസ്സിലായി. ഐ എം സോ സോറി സർ, സാറിനെ ബുദ്ധിമുട്ടിച്ചതിൽ. സാരമില്ലടോ, നിങ്ങളുടെ ആഘോഷങ്ങൾ പൊടി പിടിക്കട്ടെ. 5 കുപ്പിയും കുടിച്ചു പറ്റിക്കോ നിങ്ങൾ മാലാകന്മാര്. സാറിന്റെ ന്യൂ ഇയർ ആഘോഷം എങ്ങനെയാ? വീട്ടിൽ സ്വസ്ഥം സുഖം. റെഡ് വൈൻ ആട്ടിന് നല്ലാടോ. തനിക്ക് വേണോ? എനിക്ക് റെഡ് വൈനും വേണ്ട, വൈറ്റ് വൈനും വേണ്ട. നമുക്കിത് തീർക്കണ്ടേ? അഖിലിന് വിഷം തുടങ്ങിയിട്ടുണ്ടാവും. അതിപ്പോ തീരല്ലേ. ആരാണാവോ ഈ 10 മണി നേരത്തൊക്കെ വിളിക്കാൻ? നീന, അല്ലാണ്ടാരാ? ഹായ് സർ, ഞങ്ങൾ ആഘോഷം തുടങ്ങി. സാറോ? നോ ആഘോഷം നീന. അല്പസമയത്തിനുള്ള ഡിന്നർ, പിന്നെ സുഖ ഉറക്കം. നിങ്ങൾ എൻജോയ് ചെയ്യോ. ഗുഡ് നൈറ്റ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അയ്യോ 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 സാർ, ഫോണ് വെക്കല്ലേ സാർ. ഞങ്ങളുടെ വിശേഷം കേക്കണ്ടേ? സാറ, പാറു, എമിലി, പിന്നെ ഈ ഞാൻ. പാറു ആദ്യമായിട്ടാണ് വെള്ളമടിക്കുന്നത്. കഷ്ടിച്ച് 2 എണ്ണം ആയപ്പോഴേക്കും അവള് സൂപ്പർ ഫിറ്റ്. എമിലി ആൻഡ് സാറ സൂപ്പർ പാട്ടും ഡാൻസും. എനിക്ക് മൂടായി വരുന്നതേ ഉള്ളൂ സർ. പെട്ടെന്ന് എനിക്ക് സാറിനെ വിളിക്കണമെന്ന് തോന്നി. താങ്ക്സ്. ഫോൺ വെച്ചോളൂ സർ, എനിക്ക് ഡാൻസ് ചെയ്യാൻ മുട്ടുന്നു. ബൈ. അവരുടെ ന്യൂ ഇയർ പാർട്ടിയുടെ വിശേഷങ്ങൾ പറയാൻ വിളിച്ചതാ. ഓൾ ഗേൾസ് പാർട്ടി, 4 പെണ്ണുങ്ങളും 5 കുപ്പിയും. ഓ, അപ്പൊ അവക്ക് പെൺസുഹൃത്തുക്കളൊക്കെ ഉണ്ടല്ലേ? എന്ത്? അത് പോട്ടെ, നമുക്ക് ഡിന്നർ കഴിക്കാം. ബാ. നീനയാ ആഘോഷം മൂത്തിട്ടുണ്ടാവും. അച്ഛാ, നമ്മളന്ന് കോക്കോട്ടറിയിൽ വെച്ച് കണ്ട ആടിയാടി നടക്കുന്ന ചേച്ചിയല്ലേ വിളിക്കുന്നേ? നീന ചേച്ചി. ആടിയാടി നടക്കുന്ന ചേച്ചി നീന ചേച്ചി. നീ കഴുകി. അപ്പൊ നിനക്കും 'അറിയാം' ഈ ഫേമസ് ചേച്ചിയെ? ആ. ചേച്ചി, 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 ചേച്ചി,
നോക്ക് വിനു, ആ കുട്ടി എന്താച്ചാ പറഞ്ഞു തീർക്കട്ടെ. ഹലോ നീന. സാർ എന്താ ഫോൺ എടുക്കാത്തത്? ഞാൻ എത്ര തവണയാ വിളിച്ചതെന്ന് അറിയാമോ? എന്റെ ഫ്രണ്ട്സിന് സാറിനോട് താങ്ക്സ് പറയണമെന്ന്. പാർട്ടിക്ക് വേണ്ട ഇന്ധനം തന്നത് സാറല്ലേ? അവളുമാരുടെ ഉമ്മകൾ കവളിന്ന് മായ്ച്ചു കളയൂ സാർ, പ്ലീസ്. ഉടനെ മായ്ച്ചു കളാം. മായിച്ചു കളഞ്ഞു നീന. സമയം ഒരുപാടായി, ഞങ്ങക്ക് കിടക്കണം. ഗുഡ് നൈറ്റ്. അങ്ങനത്തെ പീറ ഉമ്മകൾ കൊള്ളാനുള്ള കവിളല്ല എന്റെ സാറിന്റെ. You deserve ചുട്ടു പൊള്ളുന്ന റിയൽ ഹോട്ട് സെക്സി കിസിംഗ്. ദാ ഇങ്ങനത്തെ. ഇനി എന്റെ സാർ ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്, സൂപ്പർ സ്വീറ്റ് ഡ്രീംസ്, ബൈ. ഹായ് ഗൈസ്. ബ്രെയിൻ സ്റ്റോമിംഗ് എവിടെ വരായി? കാർത്തിക് വേഴ്സ് നീന? നീന ഇതുവരെ വന്നിട്ടില്ല സർ. ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ എടുക്കണമില്ല. ഓക്കെ, എനി ന്യൂ ഐഡിയാസ്? VP, നമുക്ക് ഈ ക്യാമ്പയിന് വേണ്ടത് ഒരു ലാറ്ററൽ തിങ്കിങ് ആണ്. ഞങ്ങൾ ഇവിടെ ബ്രെയിൻ സ്റ്റോമിംഗ് നടത്തി ഡിസ്കസ് ചെയ്ത് കുറെ ഐഡിയാസ് ഡിസ്കസ് ചെയ്തു. All are saying ഇതൊരു ക്ലട്ടർ ബ്രേക്കർ ആണ്. Something out of the box. VPയുടെ ഐഡിയാസും കൂടെ വരുവാണെങ്കിൽ I am sure this is going to hit very hard. I am sure about it. എന്റെയും കാർത്തികയുടെ ഐഡിയാസ് Okay. Anyone else? നളിനി, ആ പെണ്ണിനെ കണ്ടോ? നീ വാ, ഞാൻ പറയാം. മനസ്സിലായി, പോലീസാണ്. നമുക്ക് മനസ്സിലാവണ്ടേ? എന്ത് ബോൾഡാണല്ലേ, കാലം മാറിയ മാറ്റം. ആ കുട്ടി എനിക്കറിയാം, ഒരു സംഭവാ, ഞാൻ പറയാം. ഞാൻ ഫ്രാൻസിസ് ഇടിക്കുള. ഇതെന്റെ മോൻ ജോണ്. ഹലോ. ഇത് അവന്റെ ഭാര്യ ജോയ്സി. ഹായ്. രണ്ടുപേരും അമേരിക്കയിൽ നിന്ന് ബിസിനസ് പഠിച്ചു വന്നിരിക്കുക. മനസ്സിലായ? ഞാൻ ഡയറക്റ്റ് കാര്യത്തിലേക്ക് കിടക്കാം. ഇപ്പൊ എനിക്ക് വേണ്ടി പണിയെടുക്കുന്ന പരസ്യ കമ്പനിയിലെ ഒരു കാര്യമില്ല. അവരുടെ പരസ്യമൊന്നും അങ്ങോട്ട് ഏക്കണില്ല. അങ്ങനെയാണ് ഈ കാര്യം ഭംഗിയായി ചെയ്യാൻ പറ്റുന്ന ഒരു പരസ്യ കമ്പനി ഞാൻ നോക്കുന്നത്. അപ്പോഴാണ് ഈ അങ്ങാടിയിലത്തെ രണ്ടാൾക്കാർ നിങ്ങളുടെ കാര്യം പറഞ്ഞത്. അതാ വിളിപ്പിച്ചത്. ഇനി പറയാൻ എന്താ വെച്ചാ പറയും. താങ്ക് യു ഫോർ ദ ഓപ്പർച്യൂണിറ്റി സർ. ഓ, വെൽക്കം ഉണ്ട്. Sir, here is a small presentation on the strategy. സ്ട്രാറ്റജി. നിർത്ത്. അഡ്വർടൈസിംഗ് സ്ട്രാറ്റജി. ഇത് നിങ്ങൾ പരസ്യക്കാരുടെ സ്ഥിരം പരിപാടിയാ. എന്തെങ്കിലും ചോദിച്ചാ കമ്പ്യൂട്ടറിന് തുറന്നു വെക്കുക, സിനിമ കാണിക്കുക. ഇത് ഞാൻ കുറെ കണ്ടിട്ടുള്ളതാ. എലീനെ പുലിയാക്കണ പരിപാടി. ഇതെന്നോട് വേണ്ടട്ടാ അല്ലേ? ഫ്രം USA രണ്ടാളും. അതെ, എനിക്ക് വേണ്ടെന്നത് ഞാൻ പറയാം. എന്റെ കടയിൽ എല്ലാവരും കയറണം, കച്ചവടം പൊട്ടിക്കണം. മറ്റുള്ളവരുടെ കടയിൽ ആരും കയറാൻ പാടില്ല, അവര് കുത്തുപാളെടുക്കണം. അതിനുള്ള പരസ്യം ഉണ്ടാക്കയില്ലേ? ഉണ്ടെങ്കിൽ പറയും, ഇല്ലെങ്കിൽ നമുക്ക് ചായയും ബിസ്ക്കറ്റും കണ്ടിട്ട് പിരിയാം. പരസ്യം ഉണ്ടാ അല്ലേ? യെസ്. നീ എന്താ സ്ലൈറ്റിൽ നോക്കണത്? എനിക്കും കാണിച്ചേടാ. ഇതാ കൈമാറ്റി.
കൊള്ളാലോ. ഇതൊക്കെ ഇവിടുന്ന് സംഘടിപ്പിക്കുന്നടാ. മറ്റേ ട്യൂബ് യൂട്യൂബ് ഞാൻ വിചാരിച്ച പോലെ ഇല്ലട്ടാ നീ. സമ്മയായി നോ. ഒരു ദിവസം എനിക്ക് ഇതൊക്കെ ഒന്ന് കാണാൻ തന്നല്ലോട്ടെ. ഇടിക്കുള്ള സാറേ, എന്റെ പേര് നീന. ഈ കമ്പനിയിലെ ക്രിയേറ്റീവ് ഡയറക്ടറാണ്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പറയട്ടെ? പറയേ. ഒന്നും തോന്നരുത് എന്റെ സാറേ. എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ പരസ്യം ഇങ്ങോട്ട് താ എന്ന് പറഞ്ഞ പരസ്യം വല്ല ഉണ്ടോ പോരെയോ മറ്റോ ആണോ പ്ലേറ്റിൽ വെച്ച് അങ്ങോട്ട് നീട്ടാൻ? ഒരു പരസ്യം ഉണ്ടാക്കാൻ ഞങ്ങളും കുറച്ച് ചിന്തിക്കാറുണ്ട് ഇടിക്കുള്ള സാറേ. അതിനെ കുറിച്ച് പറയാൻ ഞങ്ങൾക്ക് അവസരം തരണം. പരസ്പര വിശ്വാസവും പരസ്പര ബഹുമാനവും ഉണ്ടെങ്കിലേ നമ്മള് തമ്മിൽ ശരിയാവുള്ളൂ. പേരെന്താ പറഞ്ഞേ? നീന. നീ ഇപ്പൊ ഈ പറയണ ഭാഷ എനിക്ക് മനസ്സിലാവുണ്ട്. എന്റെ ചിന്തകളെ പറ്റി പറയ്, ഞാൻ കേക്കട്ടെ. പട്ടുസാരികൾ വെക്കുന്ന ഒരു കടയ്ക്ക് ഈ ലോകത്ത് വെച്ചിടാവുന്ന ഏറ്റവും മോശം പേര് എന്താണെന്നറിയോ? ഇല്ല. ഇടിക്കുള്ള സിൽക്സ്. സത്യം സത്യമായിട്ട് പറയണ്ടേ മുതലാളി. അതുകൊണ്ടാ പേരിന്റെ കാര്യത്തിൽ ഞങ്ങളൊരു ചെറിയ പരിപാടി നടത്തിയിട്ടുണ്ട്. കാണിക്കട്ടെ? കാണിക്ക്. ഒരു ഉണ്ട, ഒരു വടി, ഒരു കൊടി. ടെമ്പിൾ ഓഫ് സിൽക്ക്. എന്തത്? സാറിന്റെ കടയുടെ പേരിന്ന് ഇടിയും കുളവും ഒക്കെ മാറ്റി ഐ മാത്രം വെച്ചു. പട്ടിന്റെ കച്ചവടമല്ലേ, ഒരു ടെമ്പിൾ കിടക്കട്ടെ. എന്ത് പറയുന്നു സാറേ? ഇതുവരെ പറഞ്ഞ എന്റെ ചിന്ത കൊള്ളാം, എനിക്കിഷ്ടായി. ബാക്കി എന്താ ഉള്ളതെന്നും കൂടി പറയേ, ഞാൻ കേക്കട്ടെ. എന്നിട്ട് തീരുമാനിക്കാം അല്ലേ? അത് ഞാൻ. ഷീസ് റിയലി ഇൻട്രസ്റ്റിംഗ്, isn't it? Yes. എന്താ നീ നിന്റെ ബോട്ടിൽ നിന്ന് മാത്രം വെള്ളം കുടിക്കണത്? ഞങ്ങള് വെച്ച ഈ വെള്ളത്തിൽ കീടൊന്നുമില്ലാട്ടാ. അതാ സാറേ നിങ്ങളുടെ വെള്ളത്തിന്റെ പ്രശ്നം. കീടമില്ല, അതുകൊണ്ടാ ഞാൻ എന്റെ വെള്ളം കുടിക്കുന്നത്. ക്യാരി ഓൺ, ക്യാരി ഓൺ. ഐഡിയ ചറപറ ഇങ്ങോട്ട് വരട്ടെ അല്ലേ? യെസ് സാർ, ഗുഡ് ജോബ് എന്നൊന്നും വെറുതെ പറഞ്ഞാ പോരാ. പുതിയ ക്ലയന്റിനെ കിട്ടിയതിന് ചെലവ് ചെയ്യണം. അതിനെന്താ, ഇന്ന് തന്നെ എല്ലാവർക്കും ഒരു ഗംഭീര ട്രീറ്റ് നടത്തിയേക്കാം. ടെൽ മീ വേർ ഡു യു വാണ്ട്? ഹോട്ടൽ, ക്ലബ്, ഹൗസ് ബോട്ട്? അതങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി സർ. എല്ലാവർക്കും ഉള്ള പാർട്ടി സർ എപ്പോ വേണമെങ്കിലും നടത്തിക്കോ. ഞാൻ പറഞ്ഞത് എനിക്കുള്ള ട്രീറ്റിന്റെ കാര്യമാണ്. ഹലോ. നിങ്ങൾ നോക്കണ്ട, ഇത് ഞാനും സാറും തമ്മിലുള്ള ഇടപാടാണ്. ഓക്കെ സർ, എനിക്കുള്ള പാർട്ടി ഞാൻ പറയുന്ന സമയത്ത് ഞാൻ പറയുന്ന ഇടത്ത് ഇന്ന് തന്നെ. ഓക്കെ? ഓക്കെ. സർ വാ. Come on. Come. സാറിന് പേടിയുണ്ടോ? പേടിയോ? എന്തിന്? അല്ല, ഞാൻ സാറിനെ പീഡിപ്പിക്കാൻ പറ്റിയോ ചെയ്യാന്ന്. അവരെന്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സാ, എബിയും മെൽവിനും. അവരുടെ വീടാ ഇത്. എനിക്ക് എപ്പോ വേണമെങ്കിലും വരാവുന്ന സ്ഥലം. സ്മാർട്ട് ഗൈസ്. പെൺകുട്ടികളുടെ ഫേവറേറ്റ്സ് ആയിരിക്കും അല്ലേ? പെൺകുട്ടികൾ ഇഷ്ടപ്പെട്ടിട്ട് ഒരു കാര്യമില്ല സർ. അവര് ഗേ കപ്പിളാ. ഓ, അതുകൊണ്ടല്ലേ ഞാൻ ഇത്ര സ്വാതന്ത്ര്യത്തോടെ ഇവിടെ ഇങ്ങനെ ഏത് സമയത്തും കേറി വരുന്നത്. സർ. നോ. ഡു യു ഹാവ് സം വൈൻ? സർ, ഇന്ന് എന്റെ ദിവസമാണ്.
ഇന്ന് എന്റെ ടൈപ്പ് ഓഫ് ഡ്രിങ്ക് മാത്രം. Cheers. എവിടെ പോയി തന്റെ ബി മെൽവിനും? ആ ഞാനാ പറഞ്ഞത് ഇവിടുന്ന് മാറി നിൽക്കാൻ. Why, Nina? I wanted to talk to you alone. Something very, very personal. Tell me. സമയമായിട്ടില്ല മോനെ. I mean, sorry. എന്താ വ്യൂ അല്ലേ? വ്യൂ ഒക്കെ കൊള്ളാം, പക്ഷെ താനിതുവരെ പറയാനുള്ള കാര്യം പറഞ്ഞില്ല. സർ, വാച്ചിൽ നോക്കിയിട്ട് ഒരു കാര്യമില്ല. ഇന്ന് യോർ ടൈം ബിലോങ്സ് ടു മീ. സർ, എനിക്ക് പറയാനുള്ളത് എന്നെ പറ്റിയാണ്. ഞാൻ ഇതുവരെ ആരോടും പറയാത്ത എന്റെ കഥ. നീണ്ട നീണ്ട കഥയാണ്. എത്ര ബോറടിച്ചാലും കേട്ടേ മതിയാവും. നമുക്ക് ഇവിടുന്ന് പുറത്തെവിടെയെങ്കിലും പോയാലും നീന. ഐ നീഡ് എ ചേഞ്ച് ഓഫ് ആംബിയൻസ്. ഓഫീസ്? നോ. നമുക്ക് ഓഫീസിൽ പോവാം. നോ നോ നോ, ദാറ്റ്സ് നോട്ട് റൈറ്റ്. സർ, ഇത് എന്റെ ദിവസമാണ്. ഡോണ്ട് ഫർഗെറ്റ് ദാറ്റ്. നീന, വി ഹാവ് ടു ലീവ് ഫാസ്റ്റ്. സർ, ദേഷ്യപ്പെടണ്ട. ഞാൻ എന്റെ കഥ പറയാൻ പോവുകയാണ്. സർ, ഈ കാണുന്ന ഞാൻ ഉണ്ടായത് ഞാൻ ഒരിക്കലും കാണാത്ത എന്റെ ചേട്ടൻ കാരണമാണ്. സർ കൺഫ്യൂസ്ഡ് ആയോ? ചേട്ടന് 12 വയസ്സുള്ളപ്പോ മെനിഞ്ചൈറ്റിസ് വന്ന് മരിച്ചു. ഒരു കുട്ടി മാത്രം മതി എന്ന് തീരുമാനിച്ച എന്റെ അച്ഛനും അമ്മയ്ക്കും തീരുമാനം മാറ്റേണ്ടി വന്നു. എടുത്ത ദൈവം മറ്റൊരു ആൺകുട്ടിയെ തിരിച്ചു തരുമെന്ന് അവർ കൊതിച്ചു. പ്രഭേ, വിശ്വം പെൺകുട്ടിയാ. വെൽക്കം ടു ദിസ് വേൾഡ്. നീന, കൊതിച്ച ആൺകുട്ടിയെ കിട്ടാത്തത് കൊണ്ടാവും അച്ഛൻ എന്നെ ഒരു ആൺകുട്ടിയെ പോലെ വളർത്തിയത്. നീന, ഇത് എവിടെ പോയി കിടക്കുക? നീന, ഇവിടെ വന്നേ. ഇല്ല. ഇങ്ങോട്ട് ഇറങ്ങി വാ. ഇല്ല, വരില്ല. തൊട്ടടുത്തുള്ള സ്ലമ്മിലെ ആൺകുട്ടികളായിരുന്നു എന്റെ കൂട്ടുകാർ. ഞാൻ അവരോടൊപ്പം കളിച്ച് തിമിർത്ത് നടന്നു. അമ്മയ്ക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നെങ്കിലും എനിക്ക് അച്ഛന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ചേരിയിലെ വിനയനും ജൽജോയും മജീദും ഒക്കെ ആയിരുന്നു എന്റെ ഫ്രണ്ട്സ്. അതിലെ ജൽജോ ആണ് എന്നെ ഒരു പുതിയ ഐറ്റം പഠിപ്പിച്ചത്. അങ്ങനെ ഞാൻ വലി തുടങ്ങി. വലിക്കുമ്പോ കൂടുതൽ ആണത്തം വന്ന പോലെ. ആൺകുട്ടികൾക്കാണെങ്കിൽ എന്നോടുള്ള ബഹുമാനവും കൂടി. സാറിനെന്താ ബഹുമാനം തോന്നുന്നുണ്ടോ? സഹതാപം തോന്നുന്നു. ഞാൻ അങ്ങനെ തകർത്ത് വാരി കഴിയുമ്പോഴാണ് ജീവിതം എനിക്ക് ആദ്യത്തെ അടി തരുന്നത്. നീ ആണല്ല പെണ്ണാണെന്ന് ഓർമ്മിപ്പിക്കാൻ ശരീരം നൽകിയ ചുവന്ന സിഗ്നൽ. The bloody red signal. അത് ഞാൻ പിന്നെ സഹിച്ചു. പക്ഷെ അച്ഛന് വന്ന ചേഞ്ചാണ് എന്നെ തകർത്ത് കളഞ്ഞത്. എന്റെ ആണത്തം അതുവരെ ആസ്വദിച്ച അച്ഛൻ ആ ദിവസം മുതല് സ്വിച്ച് ഇട്ട പോലെ മാറിപ്പോയി. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അവന്മാരുടെ കൂടെ നടക്കരുത്. അച്ഛൻ ഒരു കൺട്രോളിംഗ് മെഷീനായി. അന്ന് മുതല് ഞങ്ങൾ ശത്രുക്കളായി. ഹീറോ ആയിരുന്ന എന്റെ അച്ഛൻ എനിക്ക് സീറോ ആയി. അതോടുകൂടി ഞാൻ
തനി തെമ്മാടിയായി. എന്റെ കൂട്ടുകാരുമായി ഞാൻ കൂടുതൽ നേരം ചെലവഴിച്ചു. ആദ്യം ഇറക്കം മദ്യം കുടിച്ചപ്പോ തന്നെ അതെനിക്ക് ഇഷ്ടമായി. പിന്നെ അതൊരു ശീലമായി. പറഞ്ഞു മടുത്ത് അച്ഛനോ അമ്മയോ ഒന്നും മിണ്ടാതായി. അവര് മനസ്സുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു. അച്ഛന്റെ ഒഫീഷ്യൽ ട്രിപ്പുകളും അമ്മയുടെ തീർത്ഥാടനങ്ങളുമായി അവരവരുടെ ലോകത്തേക്ക് ഒതുങ്ങി. ഞാൻ സാറിനോട് ഇതൊക്കെ എന്തിനാ പറയുന്നതെന്ന് ആലോചിക്കായിരിക്കും അല്ലേ? പറയാം. പക്ഷെ സാർ, എനിക്ക് ഓഫീസിലിരുന്ന് മടുത്തു. ടേക്ക് മീ ടു എ നൈറ്റ് ക്ലബ് where there's a lot of music and a huge dance floor. ഇപ്പൊ തന്നെ സമയം ഒരുപാടായി നീന. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? അല്പം നേരം കൂടി പ്ലീസ്. ഞാൻ എബിയും മെൽവിനെയും വിളിക്കാം. അവരെ ഡ്രൈവ് ചെയ്യും. I'll go to the washroom and come. Sir. നിങ്ങൾ ആണുങ്ങൾക്ക് എന്ത് എളുപ്പല്ലേ? എവിടെയും കാര്യം സാധിക്കാം. I envy you. നീന, ഇത് മെൻസ് റൂം ആണ്. Go out. I'll come now. Go. ഞാൻ പുറത്ത് വരാം. ഒരു കാര്യം, ഒരൊറ്റ കാര്യം, അത് പറഞ്ഞിട്ട് ഞാൻ പൊക്കോളാം. ഇല്ലേ ഞാൻ ശ്വാസം മുട്ടി ചാവും സർ. നീന പ്ലീസ്. ഞാൻ എന്നും ഹാങ് ഔട്ട് ചെയ്തിട്ടുള്ളത് ആണുങ്ങളുമായിട്ടാ. അവരാരെങ്കിലും എന്നെ കംപ്ലീറ്റ് ആയി മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ മെൻസസ് ആകും വരെ എന്റെ അച്ഛൻ എന്നെ മനസ്സിലാക്കിയിരുന്നു. ഹി വാസ് മൈ ഫസ്റ്റ് ഹീറോ. ഹീറോ പിന്നെ വില്ലനായി. ലീവ് ഓൾ ദാറ്റ്. ഞാൻ എന്താണോ അത് അതുപോലെ അക്സെപ്റ്റ് ചെയ്ത് എന്നെ സ്നേഹിച്ച ഒരാളേ ഉള്ളൂ. അത് സാറാണ്. സാറാണ് എന്റെ ഹീറോ. വെറും ഹീറോ അല്ല. യു ആർ മൈ സൂപ്പർ സ്റ്റാർ. സാറിനെ കുറിച്ച് എപ്പോ ഓർക്കുമ്പോഴും കണ്ണിലും മനസ്സിലും 1000 ഷൂട്ടിംഗ് സ്റ്റാർസ് ദാ ഇങ്ങനെ മിന്നി മിന്നി. അതെന്താ അറിയില്ല? ലവ്. I love you. Kiss me. നീന,
എന്താ വിനു? വിനു എന്തു പറ്റി? ഹലോ ഹലോ സർ, ഹൗ കുഡ് യു ഡു ദിസ്? എന്നെ ഒറ്റയ്ക്കിട്ടിട്ട് ഹൗ കുഡ് യു ഗോ? അതും ഞാൻ എന്റെ മനസ്സ് തുറന്നപ്പോ. നീന ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ വിവാഹിതനാണ്. ഐ എം മാരിഡ്. ഈ ലോകത്തിൽ എനിക്ക് എന്റെ ഭാര്യയും മകനേക്കാളും വലുതായി വേറൊന്നില്ല. സോ എനിക്ക് നീനയുടെ കാമുകനാവാൻ കഴിയില്ല. ഐ ആം യുവർ ബോസ് ഇൻ ഓഫീസ്. ഏറിപ്പോയാൽ ഐ ക്യാൻ ബി യുവർ ഫ്രണ്ട്. ലെറ്റ്സ് മേക്ക് ഇറ്റ് ക്ലിയർ. എനിക്ക് നീനയെ വേറൊരു രീതിയിൽ കാണാൻ കഴിയില്ല. സർ, നിങ്ങൾ ഒരു കള്ളനാണ്, പേടിത്തോണ്ടൻ. ശരിക്കും ഉള്ളിന്റെ ഉള്ളൊന്ന് തുറന്നു നോക്ക്, അപ്പോഴറിയും സാറിന് എന്നെ ഇഷ്ടമാണെന്ന്. ഞാൻ വേറെ ഒരു ഫ്രണ്ട് അല്ലാന്ന് അപ്പൊ മനസ്സിലാവും. നീനക്ക് തെറ്റി നീന. ഗുഡ് നൈറ്റ്. സർ